ഹലോ, അസ്സലാമു അലൈക്കും. കുറേ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഉന്നക്കായ ഉണ്ടാക്കുന്നതാണ്. ഉന്നക്കായ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയിക്കും. പക്ഷേ ഇന്ന് ഞാൻ ഒരു തുള്ളി ഓയിൽ ഇല്ലാണ്ട് ഓയിലിൽ പൊരിച്ചെടുത്തിട്ട് രണ്ട് രീതിയിൽ ഉന്നക്കായ ഉണ്ടാക്കുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് രണ്ടിലൊന്ന്. അപ്പോൾ അത് കാണിക്കട്ടോ. പിന്നല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഈ ഉന്നക്കായ ഉണ്ടാക്കുമ്പോഴല്ലേ എപ്പോഴും നമ്മൾ പഴുപ്പ് ഓവറായിട്ടുള്ള നേന്ത്രക്കായ എടുക്കരുത്. ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രക്കായ വേണം എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിൽ കാണിച്ചതേ കളറിൽ എടുക്കണം കേട്ടോ. ഈ ബ്ലാക്ക് കളറല്ല, ആ യെല്ലോ കളറിൽ. ഇത് ഞാനില്ലേ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണ് ഈ കളറായത്. ഞാൻ ഒത്തിരി പഴം ഒന്നായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ടോപ്പ് കവർ ചെയ്തെങ്ങാണ്ട് അലൂമിനിയം ഫോയിൽ കൊണ്ടൊക്കെ ഇതിനെ കവർ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അപ്പം ആ കളറായി പോണതാണ്. അപ്പം ഞാൻ എടുക്കാൻ ഒന്ന് താമസത്തിൽ കൊണ്ടാണ് ആ കളറായത്. പക്ഷെ പഴത്തിന് ഉള്ളിൽ ഒട്ടും പഴുപ്പ് കയറിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പം ഞാനിതാ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ബനാന ഒന്ന് കട്ട് ചെയ്തെങ്ങാണ്ട് ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ആദ്യം നമ്മുടെ പശുവിൻ നെയ്യ് ആദ്യം 2 ടീസ്പൂണ് ചേർത്തതിന് ശേഷം അതിലോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് തേങ്ങ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചേർത്തിട്ട് ഞാൻ അവസാനമാണ് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഷുഗർ ചേർക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. അത് അവസാനം വേണം ചേർക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതങ്ങ് മാറ്റി വെക്കുക. നമ്മുടെ പഴത അപ്പത്ത് നന്നായിട്ട് ആവിയിൽ പുഴുങ്ങിയതൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത് നിർബന്ധമില്ല, കാണാനൊരു മൊഞ്ച് കിട്ടാനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ബ്ലാക്ക് സാധനം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എടുത്താൽ മതി, പെട്ടെന്ന് തന്നെ എടുക്കാൻ കഴിയും. അപ്പം എല്ലാ പഴത്തിൻ്റെയും അതുപോലത്തെ ബ്ലാക്ക് എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഒരു മാഷർ വെച്ചിങ്ങോട്ട് നന്നായിട്ടൊന്ന് അത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൈ കൊണ്ട് ആക്കണേക്കാട്ടും നല്ലത് അതുകൊണ്ടാക്കണതാണ്. എന്നിട്ട് ഞാൻ എന്താ കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നത്, നമ്മുടെ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുന്നുണ്ട്. കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ അല്പം ഓയിലെല്ലാം നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ഓയിലൊന്ന് കയ്യിൽ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബോൾ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് കയ്യിലിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഫില്ലിങ് അതിനുള്ളിലേക്ക് നിറച്ചിട്ട് അത് നന്നായിട്ട് ജോയിൻ ആക്കി കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ നമുക്ക് പല ഷേപ്പിലൊക്കെ കിട്ടും. അതൊന്നും പ്രശ്നമില്ല. നമ്മുടെ കയ്യിലിട്ടിങ്ങാണ്ട് പിന്നെ ഒന്ന് ചുരുട്ടി ഇങ്ങനെ റോളാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. ഞാനിങ്ങനെ കയ്യിൽ വെച്ചിങ്ങാണ്ട് റോളാക്കിയിട്ട് ഉരുട്ടി എടുത്തിട്ട് നമ്മുടെ ഒരു ഉന്നക്കായയുടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ പൊരിച്ചെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒട്ടും ഓയിൽ ഇല്ലാണ്ടെയും ഓയിലും പൊരിച്ചെടുത്തിട്ട് രണ്ടും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, നല്ല ഷേപ്പായി വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ഓരോന്ന് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഞാനിതാ റെഡിയാക്കിയിട്ടുണ്ട്. നല്ലൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി വണ്ണത്തിലാക്കണ്ട കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. കുറച്ച് ഇതുപോലെ തന്നെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല പൊരിച്ച് കഴിഞ്ഞാൽ നല്ല കാണാനൊക്കെ നല്ല രസം ഉണ്ടാവും. ഇതാ ഞാൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യണതും നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നത് കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എയർ ഫ്രയറിലാട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബട്ടർ പേപ്പർ എല്ലാം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കും. ഞാൻ ഒട്ടും ഓയിലാക്കുന്നില്ല, അതുപോലെ തന്നെ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി വെക്കുമ്പോൾ നമ്മളിങ്ങനെ ഒട്ടുന്ന രീതിയിൽ വെക്കരുത്. കുറച്ച് ഡിസ്റ്റൻസ്, കുറച്ചൊരു ഗ്യാപ്പ് വിട്ടുകൊണ്ട് വേണം ഓരോന്നും വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഉന്നക്കായ അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എയർ ഫ്രയർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട്, ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ എയർ ഫ്രയറിൽ ഉന്നക്കായ ഉണ്ടാക്കുന്നത്. എപ്പോഴും ഞാൻ സാധാരണ ഉണ്ടാക്കണ പോലെ ഓയിലിൽ അങ്ങ് പൊരിച്ചെടുക്കുക ചെയ്യാറ്. ഇതിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ 180 ഡിഗ്രി ടെമ്പറേച്ചറിലും അതിൻ്റെ ടൈം 10 മിനിറ്റ്സ് വരെ ഞാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ അത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു വശം എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് അതിൻ്റെ മേൽഭാഗം അടിഭാഗം ഇപ്പം വെച്ചത് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത ഭാഗം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് നെയ്യിലാണല്ലോ ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ കുറച്ച് ഓയിൽ അതിന് ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ കോക്കനട്ട് എന്നൊക്കെ. അപ്പോൾ വേറെ ഓയിൽ അതിൻ്റെ ആക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ആക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതൊന്ന് രണ്ടാമതും അത്രയും സമയം തന്നെ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് 14 മിനിറ്റ് ആയിപ്പോയി എൻ്റെത്. അപ്പോൾ 10 മിനിറ്റ് വെച്ചാൽ മതി നിങ്ങൾ വെക്കുകയാണെങ്കിൽ. അത് വീണ്ടും ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 180 ഡിഗ്രി ടെമ്പറേച്ചറിൽ 10 മിനിറ്റ്സ് വീണ്ടും വെക്കുക. അപ്പോൾ ആ വെക്കുന്ന സമയം ഞാനിതാ ബാക്കിയുള്ള ഉന്നക്കായ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നത് കാണിച്ചതാട്ടോ. അപ്പോൾ അത് ബാക്കിയുള്ളത് തന്നെ ഓയിലും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ആയിട്ടുണ്ട്.
അപ്പോഴേക്കും നമ്മുടെ എയർ ഫ്രയറിൽ വെച്ച ഉന്നക്കായും റെഡി ആയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ ഇതാ ഒക്കെ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ്. ഇത് ഞാൻ എയർ ഫ്രയറിൽ വെച്ചതാണേ. അപ്പം നല്ല സോഫ്റ്റ് ഉന്നക്കായാണ്, നല്ല ടേസ്റ്റ് ആട്ടോ. എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ പൊരിച്ചെടുക്കാൻ ഉന്നക്കായയിൽ നിന്നൊന്നുമില്ല, നല്ല ടേസ്റ്റ് കഴിക്കാൻ. ഒട്ടും ഓയിലിൻ്റെ ആവശ്യം തന്നെയില്ല, നല്ല രുചിയാണ് കഴിക്കാൻ. ഇത് ഞാൻ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പം രണ്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതിൻ്റെ ഓയിൽ പൊരിച്ചെടുത്തത്, ഓയിൽ ഇല്ലാണ്ട് പൊരിച്ച, അങ്ങനെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. രണ്ടും നല്ല രുചിയുണ്ട് കഴിക്കാൻ കേട്ടോ. ഇത് എയർ ഫ്രയറിലാക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.